MSM കോളേജിൽ ആർട്സ് ഡേയുടെ ഭാഗമായി ഹമാസ് പോരാളികളുടെ വേഷം ധരിച്ച് മാർച്ച് നടത്തിയതിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് റിപ്പോർട്ട്. ഭീകര പ്രസ്ഥാനങ്ങളെ അനുകരിച്ച് പ്രകടനം നടത്തുന്നത് UAPAയുടെ പരിധിയിൽ വരുമെങ്കിലും സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 7-ന് കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാതയിൽ 1 കിലോമീറ്ററോളം നടന്ന ഹമാസ് അനുകൂല മാർച്ചിനെ പറ്റിയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 7-ന് കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാതയിൽ 1 കിലോമീറ്ററോളമാണ് ഭീകര സംഘടനയായ ഹമാസിന്റെ വേഷമണിഞ്ഞ് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മറച്ചുവെച്ചതായും ആരോപണമുണ്ട്. ഹമാസ് പോരാളികളുടെ വേഷവിധാനങ്ങളോടെ ഡമ്മി തോക്കുകളും പതാകകളും ഏന്തിയായിരുന്നു മാർച്ച്. നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കളിത്തോക്കുകളെന്ന് നിസ്സാരമാക്കിയാണ് ജില്ലാ പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഭീകര സംഘടനകളുടെയും മറ്റും ദേശവിരുദ്ധ ശക്തികളുടെയും പതാകകളേന്തി ശക്തി പ്രകടനം നടത്തുന്നത് UAPA പരിധിയിൽ വരുമെന്നിരിക്കെയാണ് കേരള പോലീസ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. മുഖംമൂടി ധരിച്ച് കണ്ണുകൾ മാത്രം കാണിച്ച് കൈകളിൽ വ്യാജ ആയുധങ്ങളുമായി ഒരു സംഘം മാർച്ച് നടത്തിയിട്ടും പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നത് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലായിട്ടും പോലീസ് മൗനം പാലിക്കുകയാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് സംഭവത്തിൽ IB ഇടപെട്ടിരിക്കുന്നത്.